മക്കളെ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് അടിച്ച് കാണരുത്, മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങളിത് മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ കേൾക്ക്. ഇതാണ് ഒരു കുട്ടിക്ക് എക്സാമിൽ ഏറ്റവും ടോപ്പ് റിസൾട്ടിലേക്ക് അവർ എത്തിക്കുന്ന സ്റ്റഡി പ്ലാൻ. നിങ്ങളിപ്പോൾ ചെയ്തത് തെറ്റ് മക്കളെ. ലൈഫിൽ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ശരി, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. മക്കളെ, നിങ്ങളെ ടോപ്പേഴ്സിനെ ടോപ്പിലേക്ക് എത്തിക്കാൻ, അത് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഒരു 400-500 മാർക്കിലാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ 650-700 ആക്കാം. ഈ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ ജിബിൻ സാറാണ്, JP's ക്ലാസ് എന്നാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. നിങ്ങൾ നോക്ക്, നമ്മുടെ സാധാരണ നിങ്ങളൊരു മൊഡ്യൂൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ, ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ഒരു മൊഡ്യൂൾ എക്സാംസ് എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് കിട്ടും. ഈ 3 ദിവസം സമയം ഉണ്ടാവും, ഒരു 8 ചാപ്റ്ററോളം ഉണ്ടാവും. ഒരു മൊഡ്യൂളിൽ ചിലപ്പോൾ 8 ചാപ്റ്റേഴ്സ് 3 ദിവസം. ഈ ഒരു ആവറേജ് കണക്കെടുത്തുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ആണ് തരാൻ പോകുന്നത്. മക്കളെ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് അടിച്ച് കാണരുത്, മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങളിത് മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ കേൾക്ക്. അതായത് നമുക്കൊരു 3 ദിവസം ഉണ്ട് കേട്ടോ. ഈ 3 ദിവസം നമ്മുടെ മുന്നിലുള്ള ചാപ്റ്റേഴ്സ് എത്രയാണെന്നറിയോ? 8 ചാപ്റ്റേഴ്സ്. ഇതെങ്ങനെ പഠിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റ് വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയാം. മക്കളിങ്ങനെ നോക്കിയോ, ഇത് മാസത്തിലെ 7-ാം തീയതി, 8-ാം തീയതി, 9, 10 ജസ്റ്റ് ഡേറ്റ് ആണ്. ഒരു ദിവസം മാത്രം ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഡേറ്റ് ചൂസ് ചെയ്തു. ഈ ഓരോ ഡേറ്റിലും നമ്മൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ആരോ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 14-15 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കും. ഇനി ഇത്രയും കാലം നിങ്ങളത് പഠിച്ചിട്ടില്ലേ, നിർബന്ധമായിട്ടും ഇനിയുള്ള ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ 15 മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. നമുക്ക് അത്രയും സമയം നമ്മൾ മത്സരിച്ചാൽ മാത്രമേ, നമ്മളോട് മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ മാത്രം 1,30,000, 1,40,000 കുട്ടികളുണ്ടാവും. ഇവരിൽ നമ്മുടെ സീറ്റുകളുടെ എണ്ണം എത്രയാ? 1,480 സീറ്റുകൾ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ, അവിടുത്തെ 1% നമ്മൾ എത്തിപ്പെടണം എന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മത്സരിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്ക്, എങ്ങനെ ഈ 3 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ചാപ്റ്ററുകൾ തീർക്കും. എനിക്കത് ബുദ്ധിമുട്ടാണല്ലോ സാറേ, ഈ 3 ദിവസം കൊണ്ട് എനിക്ക് 8 ചാപ്റ്റർ ഞാൻ എങ്ങനെ തീർക്കാൻ പറ്റും? ഇതാ, എനിക്ക് അത്ര സമയമല്ലേ കിട്ടുള്ളൂ. ഒന്നുമല്ല, നിങ്ങൾ കറക്റ്റായിട്ടും കണ്ടോ. ഒരു ദിവസം, ഇത് 7-ാം തീയതിയാണ്. 7-ാം തീയതി നമുക്കൊരു 15 മണിക്കൂർ കിട്ടി. 8-ാം തീയതി നമുക്കൊരു 15 മണിക്കൂർ കിട്ടി. 9-ാം തീയതി അതുപോലെ തന്നെ. ഇനി 10-ാം തീയതി നമുക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെ എക്സാം എഴുതണം. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ അത്ര സമയമൊന്നും കിട്ടാൻ പോകുന്നില്ല. രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റ് പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ്, എന്നാലും ശരി, നമുക്കൊരു 7 മണിക്കൂർ കിട്ടും. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുന്നിൽ 52 മണിക്കൂറുകളാണ് കിട്ടുന്നത്. 52 hours, 52 മണിക്കൂറുകൾ. കറക്റ്റായിട്ട് കേട്ടോ. നിങ്ങളൊരു മൊഡ്യൂൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസത്തെ ഡ്യൂറേഷൻ ആണെങ്കിൽ, ഇനി 4 ദിവസം ഗ്യാപ്പിൽ എക്സാംസ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, അവിടുത്തെ കുട്ടികളാണ്. അതുപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി 3 ദിവസം കൊണ്ട് 8 ചാപ്റ്റേഴ്സുള്ള, ചിലപ്പോൾ 10 ചാപ്റ്റേഴ്സുള്ള സെൻറ്ററുകൾ ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. 3 ദിവസം 8 ചാപ്റ്റേഴ്സ്. അങ്ങനെയാണ് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് 52 മണിക്കൂറുകൾ. ഈ 52 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ ഞാൻ പറഞ്ഞു 10-ാം തീയതി എക്സാം നടക്കുകയാണ്. എക്സാം കഴിഞ്ഞിട്ട്, ദാറ്റ് മീൻസ് എക്സാം ഡേ അതാ കൊടുത്തത്. രാവിലെയുള്ള സമയം 7 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടി. ഇനി ബാക്കി കേട്ടോളെ, കറക്റ്റായിട്ട് കേട്ടോളെ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് മുറിക്കാൻ പോവുക. ഇതിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. 7-ാം തീയതിയുള്ള 15 മണിക്കൂർ നമ്മൾ എടുത്തു, 8-ാം തീയതിയുള്ള സമയം എടുത്തു. ഇനി 9-ാം തീയതിയില്ലേ, ഈ 9-ാം തീയതി ഞാനിത് 7 മണിക്കൂർ മാത്രമാണ് എടുത്തത്. ബാക്കി 7 മണിക്കൂറേ വേറൊരു കാര്യത്തിന് ഉപയോഗിച്ച് നോക്കിക്കോ. ഇവിടുന്ന് 10-ാം തീയതിയുള്ള 7 മണിക്കൂറും ഞാൻ ആദ്യമേ എടുത്തു മാറ്റി. ആ സമയം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 7 14 മണിക്കൂർ നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന 52 മണിക്കൂറിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ തന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് 38 മണിക്കൂറാണ്. എത്ര മണിക്കൂറുണ്ട്? 38 hours. 38 hours ആണ് നിങ്ങൾക്ക് സ്റ്റഡിക്ക് വേണ്ടി തന്നേക്കുന്നത്. 38 മണിക്കൂറുകൾ മാത്രം അല്ലേ. ഇപ്പം നിങ്ങൾ ചിന്തിക്കണ്ട, ബാക്കി 7 14 മണിക്കൂർ സാർ എന്താക്കിയെന്ന് അല്ലേ. അതെന്താക്കിയെന്ന് പറയാം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതാണ് ഒരു കുട്ടിക്ക് എക്സാമിൽ ഏറ്റവും ടോപ്പ് റിസൾട്ടിലേക്ക് അവർ എത്തിക്കുന്ന സ്റ്റഡി പ്ലാൻ. അതായത് നിങ്ങൾ ഇപ്പോഴ് മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആക്കുന്നുണ്ട്, നല്ലതുപോലെ തിയറി ഐഡിയ ഉണ്ട്, എന്നിട്ടും എൻ്റെ കയ്യിൽ നിന്ന് മാർക്ക് കുറഞ്ഞു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ, അവിടെ നിങ്ങളുടെ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കാണ് ഞാൻ ഈ മാറ്റി വെച്ചേക്കുന്ന 14 മണിക്കൂർ. ഈ 14 മണിക്കൂർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചു. ഈ ചാപ്റ്ററുകളെ ഒന്നും കൂടെ റിവിഷൻ എടുക്കാനാണ്. റിവിഷൻ.
ഈ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും നന്നായിട്ടുള്ള എക്സാംസും ആണ് നമ്മുടെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം. കുഞ്ഞുങ്ങളെ റിവിഷൻ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എത്ര തന്നെ പഠിച്ചാലും നമുക്ക് ടോട്ടൽ നല്ലൊരു മാർക്ക് എത്താൻ പറ്റില്ല. നല്ല റിവിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ റിവിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ, ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടീനോടും എൻ്റെ കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു ഉത്തരം തരും. അവസാനത്തെ 2.5-3 മാസമാണ് ഞാൻ നന്നായിട്ടിരുന്ന് പഠിച്ചത്. ആ 2.5-3 മാസം ഓരോ ദിവസവും ഒരു 15 മണിക്കൂറോളം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ സമയം ഞാൻ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഈ റിവിഷന് വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചു, എക്സാംസിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഒരാളെ സക്സസിലേക്ക് എത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നീറ്റ് എക്സാം എഴുതുന്ന ഓരോ കുട്ടിയുടെ മനസ്സിൽ പതിയേണ്ട കാര്യം, ഞാൻ റിവിഷൻ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്, ഞാൻ എക്സാംസ് പ്രോപ്പറായി എഴുതുന്നുണ്ട്, ഞാൻ എക്സാംസ് സ്കിപ്പ് ചെയ്ത് കളയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഇനി കുഞ്ഞുങ്ങളെ കഴിഞ്ഞില്ല, ഞാൻ ഒന്നും കൂടി ഈ കാര്യം പറയാം. നമ്മളിത് ആദ്യത്തെ 3 ദിവസത്തിലുള്ള 15 മണിക്കൂറുകളിൽ ആദ്യത്തെ 2 ദിവസത്തെ 15 മണിക്കൂർ എടുത്തു, 3-ാമത്തെ ദിവസത്തെ 7 മണിക്കൂർ എടുത്തു. അപ്പോൾ തന്നെ ടോട്ടൽ നമുക്ക് 38 മണിക്കൂർ കിട്ടി. ഈ 38 മണിക്കൂറാണ് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇവിടെ നിന്നുള്ള 7 മണിക്കൂറും ഇവിടെ നിന്നുള്ള 7 മണിക്കൂറും നമ്മൾ മാറ്റി വെച്ചു. ആ 14 hours നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. ബാക്കി കാര്യം പറയട്ടെ, കേട്ടോളേ കുഞ്ഞുങ്ങളെ. എക്സാം ഡേ ആയി, 38 മണിക്കൂറുകൾ അല്ലേ? ഈ 38 മണിക്കൂറുകൾ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളെ. ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ഒരു ദിവസം തുടങ്ങണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതാണ് ഞാൻ മക്കളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടലി. 38 മണിക്കൂർ അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ 38 മണിക്കൂർ, 8 ചാപ്റ്റേഴ്സ്. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ചാപ്റ്റേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാ, ചാപ്റ്റേഴ്സ് ഏതാ, ഏറ്റവും ആവറേജ് ലെവലിൽ ഇരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാ, ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാ. അങ്ങനെ മക്കൾ 38 മണിക്കൂറിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. 38 മണിക്കൂറിന് നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരു ചാപ്റ്ററിന് നമുക്ക് എത്ര സമയം കിട്ടും? നിങ്ങൾ നോക്കിക്കേ, 38 മണിക്കൂറാണ്, 8 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എത്ര സമയം കിട്ടും? 5 മണിക്കൂറിന് അടുത്ത് കിട്ടും അല്ലെ? കഷ്ടി 5 മണിക്കൂർ കിട്ടും. ഓക്കെ, ഒരു 4-3/4 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത്രയും സമയമാണ് നമുക്കൊരു ചാപ്റ്ററിന് കിട്ടുന്നത്. എൻ്റെ മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് 5 മണിക്കൂർ വേണ്ടി വരുമോ? ഇല്ല. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 8 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 2 മണിക്കൂർ മതിയായിരിക്കും. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 8 മണിക്കൂർ വേണ്ടത്, 3 മണിക്കൂർ വേണ്ടത്, 2 മണിക്കൂർ വേണ്ടത്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് 32 hours എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 38 മണിക്കൂറിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇതിൽ ഒരു ചാപ്റ്റർ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുത്തു, എക്സാമിന് ഇനി 2 ദിവസം കൂടെ ഉണ്ട്, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഇന്ന് എക്സാം കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം മുതലേ ഞാൻ അതങ്ങ് പഠിച്ചു കൊടുക്കുക. തെറ്റ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് നമ്മുടെ ഒരു എക്സാം കഴിയുമ്പോൾ അന്നത്തെ എക്സാം എന്തോ അത് മാത്രം വേണം അന്നത്തെ ദിവസം ക്ലിയർ ചെയ്യാൻ. അല്ലാതെ അന്നത്തെ ദിവസം വരാൻ പോകുന്ന മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. അപ്പോൾ മക്കളെ, പിറ്റേ ദിവസമായി, ഇന്നൊരു എക്സാം കഴിഞ്ഞാണ്, പിറ്റേ ദിവസം പുതിയ സ്റ്റാർട്ട്. നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മുടെ ഡേറ്റ് പ്രകാരം ആദ്യത്തെ ദിവസം 7-ാമത്തെ ദിവസം, 7-ാം തീയതി. അങ്ങനെ നമ്മൾ തുടങ്ങി. ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങി. ആദ്യം തന്നെ നിങ്ങൾ തീരുമാനം എടുത്തു, ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് തകർക്കുക. അത് എടുത്തു വെച്ചു, കുറേ നേരം നോക്കി, എവിടേക്കൊക്കെയോ അങ്ങ് കിട്ടുന്നുണ്ട്, പിന്നും എല്ലാം കൂടെ ആകെ മടുക്കുകയാണ്. ആ ദിവസം മെല്ലെ 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 അങ്ങോട്ട് പോവാണ്. ആ ഡേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, അയ്യോ ഒരു ദിവസം അങ്ങ് പോയല്ലോ, ഒന്നും ആയില്ലല്ലോ, ചാപ്റ്റർ ഇട്ട് തീർന്നുമില്ലല്ലോ. നിങ്ങളിപ്പോൾ ചെയ്തത് തെറ്റ് മക്കളെ. ലൈഫിൽ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ശരി, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. നോക്കിക്കോ, നിങ്ങൾ എങ്ങനെ പഠിക്കണം. നിങ്ങൾ ആദ്യത്തെ ദിവസം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ബയോ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ആ ബയോ ഒന്ന് തുടങ്ങുമ്പോഴില്ലേ നമ്മുടെ കോൺഫിഡൻസ് കൂടി. നമ്മൾ 2.5 മണിക്കൂർ പ്ലാൻ ചെയ്ത ചാപ്റ്റർ 2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കറക്റ്റാ അടിപൊളിയായിട്ട് നമ്മൾ ആ ചാപ്റ്ററിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ തിയറി മനസ്സിൽ ഒന്നിങ്ങനെ കണ്ണടച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ തിയറിയും കിട്ടുന്നുണ്ട്. നമ്മൾ സെറ്റ് തന്നെ, നമുക്ക് ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് നമ്മൾ അതങ്ങ് മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആ കോൺഫിഡൻസ് എന്താണെന്നറിയോ? ആ ടഫായിട്ടുള്ള ചാപ്റ്ററിനെ പഠിക്കാനുള്ള ധൈര്യം. കാരണം ഞാൻ സെറ്റാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തതായിട്ട് ഇനി ടഫായിട്ടുള്ള പോർഷൻസ് എടുക്കും. കുറച്ച് നേരം 2 മണിക്കൂർ നിങ്ങൾ എടുത്തു, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുത്. ആ 2 മണിക്കൂർ ഇരിക്കും എൻ്റെ മക്കൾക്ക് വീണ്ടും കിട്ടി. നിങ്ങൾ ചിലപ്പോൾ ആ ദിവസം മുന്നേ നിങ്ങൾ ഒരു ഫുൾ ഡേ എടുത്ത് പഠിച്ച അത്രയും കാര്യങ്ങൾ ഈ 2 മണിക്കൂറിൽ എൻ്റെ മക്കൾക്ക് കത്തും. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളത് തറവാക്കി. അപ്പോഴും ചാപ്റ്റർ തീർന്നിട്ടില്ല, ഓക്കെ, അതവിടെ മാറ്റിക്കോ. ഇപ്പം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ആവറേജ് ലെവലിൽ ഇരിക്കുന്ന ചാപ്റ്റർ എടുക്ക്, പഠിക്കടാ.
2 മണിക്കൂർ പഠിക്കുക, നിങ്ങൾ സെറ്റല്ലേ? എന്നിട്ട് ആ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ വീണ്ടും എടുത്തു നോക്ക്. ഇനി അത് മടുപ്പ് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ട്, അത് എടുത്തു വെച്ചോ. അല്ലാന്നാണെങ്കിൽ നമ്മൾ ആ ടഫായിട്ടുള്ള ചാപ്റ്ററിന്റെ പിന്നാലെ മാത്രം പോയാൽ നമുക്ക് ആ ദിവസം നഷ്ടപ്പെട്ടു പോകും കുഞ്ഞുങ്ങളെ. ഉറപ്പായിട്ടും നമുക്ക് ആ ഡേ നഷ്ടപ്പെട്ടു പോകും. സോ ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ എടുത്തു വെച്ചിട്ട് തുടങ്ങാൻ പാടില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എടുത്തു വെച്ച് നല്ല അടിപൊളിയായിട്ട് തുടങ്ങണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുക, പണ്ടത്തെ കളിയിൽ നിങ്ങൾ കാണാറില്ല, സച്ചിൻ സെവാഗൊക്കെ ഫസ്റ്റ് തന്നെ വരുന്നത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ട്. നമ്മൾ അതേ സ്ഥാനത്ത് ബോളേഴ്സിനെയാണോ ആദ്യം തന്നെ ഓപ്പണർ ബാറ്റ്സ്മാൻമാരുടെ ഇറക്കുക? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് ബുദ്ധിമുട്ടുള്ള സാധനം എല്ലാം ആദ്യം കൊണ്ടുവരണ്ടേ. നമ്മൾ ഓപ്പണിങ്ങിൽ ആദ്യം തന്നെ സെവാഗൊക്കെ ക്രീസിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇങ്ങനെ പടക്കലല്ലേ, എന്താ അതെന്തായാലും 4, അത് 6, നമ്മുടെ ഉള്ളിൽ അത് കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് ഉറപ്പാണ് ആ ക്രീസിൽ നിങ്ങളുടെ മുന്നിൽ കയറുമ്പോൾ തന്നെ അത് ബൗണ്ടറി തന്നെ, വേറെ ഒരു സംശയമില്ല. ഇതുപോലെ തന്നെ വേണം. നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും അടിപൊളി ആളുകളെ, ഏറ്റവും നല്ല റൺസ് വാരിക്കൂട്ടാൻ ആളുകളെ നമ്മൾ ഓപ്പണേഴ്സായിട്ട് ഇറക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പണിങ്, നമുക്കില്ലൊരു ഓപ്പണിങ്, നമുക്ക് പഠിക്കുന്ന കാര്യത്തിലും ഇല്ലേ ഒരു ഓപ്പണിങ്. ആ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വെച്ച് വേണം തുടങ്ങാൻ. അതിനി ഏത് ദിവസമാണെങ്കിലും ഇനിയുള്ള 75 ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ വെച്ച് വേണം നമ്മൾ എന്നും രാവിലെ തുടങ്ങാൻ. അങ്ങനെ ആണെങ്കിൽ ആ ദിവസം അടിപൊളിയായിരിക്കും, നമ്മൾ ആ ഡേ തകർത്തങ്ങോട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ എന്തെന്ന് പറയാം. കുഞ്ഞുങ്ങളെ, അങ്ങനെ നമ്മൾ പഠിച്ച് സെറ്റായി ഒരു കാര്യം പറയാം. ഇതിൽ ചില കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്, ഞാൻ ഇനി പഠിച്ച് തീർന്നില്ല. നോക്കിക്കോളെ. ഓക്കെ, നമ്മൾ അവേഴ്സൊക്കെ കാൽക്കുലേറ്റ് നേരത്തെ ഈസി, മീഡിയം, ടഫ് ഒക്കെ ആക്കി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞു. 8 ചാപ്റ്റേഴ്സ് ഫിനിഷ് ആയിട്ടുണ്ടെന്നാണെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷനിൽ പോകാൻ പറ്റൂ. പക്ഷെ 8 ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ആയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് 8 ചാപ്റ്റർ അല്ല, നിങ്ങൾ 38 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആകെ പഠിച്ചത് 6 ചാപ്റ്റേഴ്സാണ്. 6 ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്റേഴ്സ് പെൻഡിങ്. ഇനി വീണ്ടും 14 മണിക്കൂറുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് ഒരു ധൈര്യമുണ്ട്, 14 മണിക്കൂറില്ലേ, 2 ചാപ്റ്റർ അല്ലേ, അടിപൊളിയായിട്ട് ആ സമയം കൂടെ എടുക്കുക. തെറ്റ്, വീണ്ടും തെറ്റ്. ഒരിക്കലും എടുക്കാൻ പാടില്ല. ആ 14 മണിക്കൂർ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ, റിവിഷന് വേണ്ടി മാത്രം. നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെച്ചു? ആ 14 മണിക്കൂറിനെ റിവിഷൻ, അതെ റിവിഷന് വേണ്ടി മാറ്റി വെച്ചു. അതാണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 14 മണിക്കൂർ റിമൈനിങ് ആയിട്ടുള്ള 14 മണിക്കൂറിൽ ആദ്യത്തെ 8 മണിക്കൂറിന് നമ്മൾ എടുക്കുകയാണ്. 7 മണിക്കൂർ മൂന്നാമത്തെ ദിവസമായിരുന്നേ, ബാക്കി 7 മണിക്കൂർ അടുത്ത ദിവസമാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ 7 മണിക്കൂർ ഞാൻ ഇങ്ങനെ എടുക്കുക. ആ 7 മണിക്കൂർ എടുത്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. കംപ്ലീറ്റ് നോക്കി, സെറ്റാണ്. ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കാറില്ലേ, ഞാൻ റൂമിൽ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടാറുണ്ട്, എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ കുട്ടികൾ ഒറ്റ കാര്യമല്ലോ, റിവിഷൻ പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ല എനിക്ക് കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നൊക്കെ? ആ നെഗറ്റീവ്സ് വരുന്നതിന് ഒറ്റ കാരണമല്ലോ, നിങ്ങൾ റിവിഷൻസ് എടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ റിവിഷൻസ് പ്രോപ്പറായിട്ട് എടുത്തോ, നിങ്ങൾ ആ റൂമിൽ നിന്ന് ചെയ്ത കാര്യം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് കിട്ടും. നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ എടുത്തോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചുമ്മാ നിങ്ങൾക്ക് നെഗറ്റീവ്സിലേക്ക് പോവില്ല. അപ്പോൾ റിവിഷൻ അതിൽ നമ്മൾ ആദ്യത്തെ ദിവസം 7 മണിക്കൂർ ഒരു ദിവസം എടുത്തു, അടുത്ത ദിവസം 1 മണിക്കൂർ രാവിലെ, പിറ്റേ ദിവസത്തിൽ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു റിവിഷൻ കഴിഞ്ഞു. വീണ്ടും 6 മണിക്കൂർ ബാക്കി. ഈ 6 മണിക്കൂർ നമ്മൾ സെക്കൻഡ് റിവിഷൻ എടുക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, രണ്ടാമത് നമ്മൾ ആ ചാപ്റ്ററുകളെ ഒന്നും കൂടെ ഓർക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇയാളെന്ത് പൊട്ടനാ, 6 ചാപ്റ്ററേ പഠിച്ചുള്ളൂ, ഇനി 2 ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്. ആ ചാപ്റ്റർ അവിടെ പെൻഡിങ് വെച്ചുകൊണ്ട് വീണ്ടും റിവിഷൻ എടുക്കാൻ പറയാം. നിങ്ങൾ പഠിക്കുന്നത് നീറ്റ് എക്സാമിനാണ്. നിങ്ങളുടെ വരാൻ പോകുന്ന നീറ്റ് എക്സാം മെയ് 5-ാം തീയതിയാണ്. ഈ മെയ് 5-ാം തീയതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയും, നിങ്ങൾ കേട്ടോ. അതല്ല, ആ ദിവസത്തേക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസത്തെ എക്സാമിന് സ്കോർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പോകും. നിങ്ങൾ റിവിഷൻ ടൈമും കൂടെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചോ. പക്ഷെ മറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മെയ് 5-ാം തീയതിക്കാണെങ്കിൽ ഈ 6 ചാപ്റ്ററുകൾ എൻ്റെ കുട്ടികളുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. ബാക്കി 2 ചാപ്റ്റർ പഠിക്കാൻ ഇനിയും സമയം ബാക്കി. സോ മകളെ, നമ്മൾ ഇവിടെ റിവിഷൻ 2ാമതും എടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം എക്സാമിന് പോകുന്നത്. ആ എക്സാമിന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ പിറ്റേ ദിവസം ആ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നു. ആ 2 മണി മുതൽ 5 മണി വരെ മക്കളെ എക്സാം എഴുതാൻ പോവാണ്. ഓക്കെ, ആ 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾ എക്സാം എഴുതി. ഓക്കെ, അങ്ങനെ എക്സാം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതി. പക്ഷെ 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല. ആ 2 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാത്തതുകൊണ്ട് തന്നെ അതിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവാം. ആ ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഒരിക്കലും ടെൻഷൻ ആവരുത്. അത് പഠിക്കാൻ നമ്മുടെ മുന്നിൽ സമയം കിട്ടും മുന്നോട്ടേക്ക്. ഇനി ഒരു കാര്യം, ചില കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ 8 ചാപ്റ്റർ അങ്ങ് തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയേക്കുന്ന ചിലപ്പോൾ ഒരു സർക്കുലേഷൻ ആയിക്കോട്ടെ,
സർക്കുലേഷനിൽ തുടങ്ങിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്താ പറയുക, നമുക്ക് ബ്ലഡിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ ഹാർട്ടിലേക്ക് പോയി. ഓപ്പൺ സർക്കുലേഷനും ക്ലോസ്ഡ് സർക്കുലേഷനും ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനും കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനും ഇതൊക്കെ പഠിച്ചു. കാർഡിയക് സൈക്കിൾ വരെ നിങ്ങൾ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ECG പഠിച്ചില്ല, റെഗുലേഷൻ ഡിസോർഡേഴ്സ്. അപ്പോഴേക്കും നിങ്ങളുടെ സമയമായി. നിങ്ങൾ 2.5 മണിക്കൂർ ആ ചാപ്റ്ററിന് സെറ്റ് ചെയ്ത് 2.5 മണിക്കൂർ തീർന്നുപോയി. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാം, എന്നാൽ പിന്നെ ഞാൻ സമയമൊക്കെ സെറ്റ് ചെയ്തല്ലേ, ഇത് മതി, ഇതവിടെ മാറ്റിയേക്കട്ടെ, അടുത്ത ചാപ്റ്റർ എടുത്തേക്കും. നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും തെറ്റ്. എൻ്റെ കുഞ്ഞുങ്ങളെ, പഠിച്ച ചാപ്റ്റർ ഏതോ അതിനും ചിലപ്പോൾ അവസാനത്തെ സമയത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ, അവസാനത്തെ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ നിങ്ങൾക്ക് നഷ്ടമായില്ലടാ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിന് കാര്യമില്ലാണ്ടായില്ല. പഠിക്കുന്ന ചാപ്റ്ററുകൾ പൂർണ്ണമായിട്ട് പഠിക്കുക, അത് വൃത്തിക്കും വെടുപ്പിനും നന്നായിട്ടും പഠിക്കുക. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ 8 ചാപ്റ്ററിൽ 6 പഠിച്ചിട്ടുള്ളൂ എന്നാണെങ്കിൽ 6 വൃത്തിക്ക് എഴുതും നിങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, ആ പഠിക്കുന്ന ചാപ്റ്ററുകൾ മുഴുവൻ പഠിച്ചിട്ട് എക്സാം കറക്റ്റായിട്ട് എഴുത്. അതല്ലാതെ അതവിടെ പാതിയിലിട്ടുകൊണ്ട് ഒരാളും ബാക്കി പഠിക്കാൻ വേണ്ടി പോകരുത്. പഠിക്കുന്ന ചാപ്റ്ററുകൾ ഏറ്റവും വൃത്തിക്ക് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. റെഡി? ഇനി ബാക്കി കാര്യം. അങ്ങനെ എക്സാം ഡേ എത്തി. എക്സാം ഡേ വരേക്ക് നമ്മളെല്ലാം സെറ്റാണ്. 2 മണി മുതൽ 5:20 വരെ നമ്മൾ എക്സാമൊക്കെ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന കൂടിപ്പോയൊരു 4-5 മണിക്കൂറാണ്. ഇത് നമ്മളിവിടെ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസത്തെ ഇനി അടുത്ത മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി അല്ല. അത് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കീറി മുറിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിനെ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്നറിയാം ചെയ്യേണ്ടേ? ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മുറിക്കലല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളിൽ നിങ്ങൾ എന്തോ തെറ്റിച്ചത്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റു വന്നത്, ആ കാര്യങ്ങൾ നോക്കി അത് കറക്റ്റ് ചെയ്യണം. ആ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് എവിടെ എനിക്ക് തെറ്റുപറ്റി, എവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തി വെച്ചത്, ആ ഏരിയ നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ. അങ്ങനെ നിങ്ങൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എവിടെയാണ് ഞാൻ തെറ്റിച്ചേ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഞാൻ തെറ്റിച്ചേ. നമ്മുടെ കയ്യിൽ ഒരു ചാർട്ട് ഉണ്ടാവണം. ആ ചാർട്ടിനനുസരിച്ച് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ തെറ്റിച്ചേ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ തെറ്റിച്ചേ, അല്ലെങ്കിൽ അതല്ല അസർഷൻ റീസൺ ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, എന്താ ഞാൻ തെറ്റിച്ചേ, മാച്ച് ദി ഫോളോയിങ് ആണോ, ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും തെറ്റിച്ച ക്വസ്റ്റ്യൻസിനെ മാക്സിമം നിങ്ങൾ പിന്നീട് അടുത്ത ഓരോ എക്സാംസിനും ആ ഏരിയ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പറയും മക്കളെ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറെ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഓരോ കാര്യങ്ങൾ എവിടെ തെറ്റ് വരുത്തിയെന്ന് പഠിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ട് അടുത്ത എക്സാമിൻ്റെ പിന്നാലെ ഓടരുത്. ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പെൻഡിങ് ആയി കിടന്ന 2 ചാപ്റ്ററില്ലേ, അതിലൊരു ചാപ്റ്ററിനെങ്കിലും ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അത് മതി. ആ ഒരു ചാപ്റ്റർ ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചുമ്മാ ടെൻഷൻ അടിക്കാതിരിക്കുക. ഓരോ മൊഡ്യൂൾസിനും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അവസാനത്തെ മോഡൽ എക്സാം ആകുമ്പോഴേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളായിട്ട്, നീറ്റ് എക്സാമിന് ഏറ്റവും നല്ല ധൈര്യത്തോടു കൂടെ ഫേസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരാളും ഉണ്ടാവണം. ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും നല്ല സ്കോർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മെയ് 5 നിങ്ങളുടെ ദിവസം തന്നെയാണ്. എന്താ ആലോചിക്കാൻ ഇത്ര മാത്രം? നിങ്ങൾ എത്തൂലേ? ഉറപ്പായിട്ടും എത്തും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം എന്താ? വൈറ്റ് കോട്ട് സ്റ്റെത്തോട്ട് ആ കോറിഡോറിലൂടെ നടന്നു പോകുന്ന നമ്മളല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജ് ഏതോ ആ കോളേജിൻ്റെ വരാന്തയിലൂടെ നിങ്ങൾ നടന്നു പോകുന്നല്ലേ നിങ്ങൾ കാണാറ്. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്തൊരു ദിവസം, ഇനി വരാൻ പോകുന്ന മെയ് 5-ാം തീയതി, അത് നിങ്ങളുടെ ദിവസമായിട്ട് ജൂൺ 14-ാം തീയതി ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിക്കുന്ന ദിവസത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.